ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ്. ഓക്കെ. ഓക്കെ, ഐ ഹോപ്പ് സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആദ്യം കുറച്ചൊന്ന് തിയറട്ടിക്കലായിട്ട് പഠിക്കാം. ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ, വൈഫൈനെ പറ്റി എന്തെങ്കിലും? എനിവൺ ചാറ്റ് ലൈനിൽ ഇട്ടു കേട്ടോ, നിങ്ങൾ ചാറ്റ് ലൈനിൽ ഡിസ്കസ് ചെയ്തോ, ചാറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ എന്തെങ്കിലും വൈഫൈനെ പറ്റി എന്തെങ്കിലും അറിയാമോ? അത് എങ്ങനെ ആണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? വൈഫൈ വഴി നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് മീഡിയ എങ്ങനെയാണ്? വൈഫൈ ജസ്റ്റ് ഒരു കണക്ഷൻ ടൂളിന് വേണ്ടിയാണ് ആക്സസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റുമായിട്ട് ഒരു കണക്ഷൻ വേണ്ടിയിട്ടാണ് ഈ വൈഫൈ മെയിൻലി യൂസ് ചെയ്യുന്നത്. വയർലെസ് ആണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ, ഏത് മീഡിയം വഴിയാണ് മീൻസ് നിങ്ങളെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണത്? അപ്പം ആ മീഡിയത്തിനെ പറ്റി അറിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എങ്ങനെയാണ് ഹൗ ടു എക്സ്പ്ലോയിറ്റ് ഇൻ്റർനെറ്റ് ടു ഗെറ്റ് എ പാസ്വേഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അറ്റാക്ക് ഒക്കെ നടത്തണമെങ്കിൽ ആദ്യം ആ മീഡിയം എന്താണെന്ന് അറിയണം. അപ്പോൾ അതിനെപ്പറ്റി ആദ്യം പഠിക്കണം. പിന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ടൂൾസോ അല്ലെങ്കിൽ മീൻസ് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, ഹൗ ടു ഫൈൻഡ് എ വൾണറബിൾ ഇൻ ദാറ്റ് ഡിവൈസിനെ പറ്റി. അപ്പോൾ ആദ്യം വൈഫൈനെ പറ്റി അറിയണമെങ്കിൽ വൈഫൈയുടെ മെയിൻ സോഴ്സ് ഓഫ് മീഡിയം ഓഫ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ വേവ്സ് ആണ്. അപ്പോൾ റേഡിയോ വേവ്സ് വഴിയാണ് ശരിക്കും പറഞ്ഞാൽ വൈഫൈ നിങ്ങളെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കണേ. യെസ്, റേഡിയോ ഫ്രീക്വൻസി RF കറക്റ്റായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒരു ചെറിയൊരു തിയറട്ടിക്കലായിട്ട് നമുക്ക് നോക്കാം, പിന്നെ എന്നിട്ട് നമുക്ക് ലാബിലോട്ട് കിടക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പോൾ വൈഫൈനെ പറ്റി, വൈഫൈയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ വയർലെസ് ഫിഡലിറ്റി ആണ്. അപ്പം ഇറ്റ് ഇസ് എ ടെക്നോളജി ദാറ്റ് ഇസ് എനേബിൾ ഇലക്ട്രോണിക് ഡിവൈസ് ടു കണക്ട് ടു ദി ഇന്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ ത്രൂ വയർലെസ്ലി, ആൻഡ് ഇറ്റ് യൂസസ് റേഡിയോ വേവ്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയോ വേവ്സ് വഴിയാണ് ഇപ്പം നിങ്ങൾ റേഡിയോ വേവ്സ് നിങ്ങൾ പല ചാനൽ കേട്ട് കാണുമായിരിക്കും നിങ്ങൾ. ഇപ്പം റേഡിയോ ഫ്രീക്വൻസിയിൽ റേഡിയോ മാംഗോ 93.5 അങ്ങനത്തെ കുറേ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ചാനൽ നമ്പറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ചാനലിൻ്റെ നെയിമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതേ സെയിം ചാനൽ നമ്പർ യൂസ് ചെയ്താണ് നമ്മളുടെ ഓരോ ഡിവൈസും ആ ഒരു വൈഫൈ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈഫൈ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ IEEE 802.11 ആണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ 802.11 എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ ഡിവൈസിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊരു വൈഫൈ ഡിവൈസ് ആണ് കേട്ടോ. ഓക്കെ, ഇതാണിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൈഫൈ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത്, അതായത് ഇപ്പം വരാൻ പോണ മിക്ക എല്ലാ ഡിവൈസുകളിലും ഇപ്പം WPA3 ആണ് വരുന്നത്. നമ്മൾ WPA2 വരെ കണ്ടിട്ടുണ്ടല്ലേ. WPA2 ഇപ്പോൾ കോമൺലി യൂസ്ഡ് ആണ്. അത് വേറെ ഒന്നല്ല, ജസ്റ്റ് സെക്യൂരിറ്റി മെഷർ ആണ്. അപ്പം അതായത് ഓരോ വൈഫൈ സെക്യൂരിറ്റി മെഷേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യിപ്പിക്കണത്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WEP ആയിരുന്നു, വയർഡ് ഇക്വലന്റ് പ്രൈവസി എന്ന് പറയും. WEPയുടെ എന്ന് പറഞ്ഞാൽ അതിന്റെ എൻക്രിപ്ഷൻ ഭയങ്കര കുറവായിരുന്നു. നമുക്ക് ഈസിലി പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. സിമ്പിളി ജസ്റ്റ് എന്താ പറയണ, ചെറിയ എന്തെങ്കിലും ടൂൾസ് വെച്ചും ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. സെയിം ഇഷ്യൂ ആയിരുന്നു WPAയ്ക്കും നമുക്ക് ഒരു ചെറിയൊരു WPA ടൂൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ WPA2 എത്തിയപ്പം അതിന്റെ ക്രാക്കിങ് ഇച്ചിരി പാടാൻ തുടങ്ങി. ആരെങ്കിലും WPA, അതായത് ഇപ്പോഴത്തെ ഉള്ള വൈഫൈയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. നമുക്ക് രണ്ട് രീതിയിലാണ് WPA2 ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. WPA2യുടെ കേസ്, മേജറായിട്ട് WPA2യുടെ കേസ് പറയുമ്പോൾ രണ്ട് രീതിയിലേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന് ബ്രൂട്ട് ഫോഴ്സിങ് ആണ്, അതായത് നമുക്ക് ആ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം, നമുക്ക് വൈഫൈ അറ്റാക്ക് വഴി നമുക്ക് ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. അപ്പോൾ അത്
ഒരു ഡിക്ഷണറി, അതായത് ഒരു ലിസ്റ്റ് ഓഫ് വേർഡ് ലിസ്റ്റിനകത്ത് അത് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നോട്ട് ചെയ്യണം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഷേക്കും കിട്ടണം. രണ്ടാമത്തെ കാര്യം, ഹാൻഡ് ഷേക്ക് കിട്ടാൻ എളുപ്പമാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അത് വഴിയെ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ ഹാൻഡ് ഷേക്ക് കാര്യങ്ങൾ വഴിയെ എന്തായാലും പറഞ്ഞുതരാം. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ പാസ്വേഡ്, അതായത് ആ യൂസറിന്റെ വൈഫൈ പാസ്വേഡ് അത് നിങ്ങളുടെ ഡിക്ഷണറിയുടെ ലിസ്റ്റിലുണ്ടായിരിക്കണം. ലിസ്റ്റിലുണ്ടെങ്കിലേ നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ WPA2 ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു വഴിയുണ്ട് WPA2 ക്രാക്ക് ചെയ്യാൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവിൾ ട്വിൻ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം ഓണർ എന്ന് പറഞ്ഞ് ഞാനൊരു വൈഫൈ ഡിവൈസ് ഇപ്പം ഓൺ ആക്കി എന്ന് വിചാരിക്കുക. അതിനകത്ത് നിന്ന് ഒരാൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളെ ഡിസ്കണക്ട് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഓണർ എന്ന് പറഞ്ഞ് ഒരു ഡിവൈസ്, ഒരു ഹോട്ട്സ്പോട്ട് വന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ആ ഒരു ക്ലയന്റിനെ അതിനകത്തോട്ട് അറ്റാക്ക് ചെയ്യാൻ, അതായത് അതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കമ്പൽ ചെയ്യിപ്പിക്കണം. അതായത് നിങ്ങൾ അറ്റാക്കിങ്ങിനെ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് അയാൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഹോട്ട്സ്പോട്ടിനെ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അയാൾക്ക് നമ്മൾ ഉണ്ടാക്കിയതിന് ഡ്യൂപ്ലിക്കേറ്റിലേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വൺസ് അയാൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ പാസ്വേഡ്, ആ ഒറിജിനൽ ഓണറിന്റെ പാസ്വേഡ് അതിനകത്തോട്ട് ഇൻപുട്ട് ചെയ്യണം. വൺസ് ആ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. അതിനാണ് ഈവൽ ട്വിൻ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതാണ് വൈഫൈ WPA2 നടക്കണേ. WPA3 ഇതിന്റെ പ്രിവെൻഷൻ ഉണ്ട്, ഈവൽ ട്വിന് നടക്കാനുള്ള പ്രിവെൻഷൻ ഉണ്ടെന്നാണ് കേട്ടേക്കണേ. പിന്നെ ഹാൻഡ് ഷേക്കും കുറച്ചുകൂടി സെക്യൂരിറ്റി മെഷറാണ്, പക്ഷെ വരുന്നുണ്ടായിരിക്കും ഭാവി കാലത്ത്, ചിലപ്പം അതിന്റെ വല്ല എക്സ്പ്ലോയിറ്റ് വല്ല കണ്ടുപിടിക്കുമായിരിക്കും. സോ അതാണെന്ന് പറഞ്ഞ ഒരു പെൻ ടെസ്റ്റിംഗിന്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അതിന്റെ ടെക്നോളജി മനസ്സിലാക്കി അതിന്റെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ, അതാണ് ശരിക്കും പറഞ്ഞ ആ ഒരു പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്തെങ്കിലും സംശയം വല്ലതും ഉണ്ടോ അഭിനയ? എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഒരു ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വൈഫൈനെ അറ്റാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണ ഏറ്റവും അറ്റാക്കിന് യൂസ് ചെയ്യാനുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അയാം കാതൽ സിനിമ കണ്ടിട്ടുള്ളതല്ലേ? അതിനകത്ത് വൈഫൈ അറ്റാക്ക് ആരെങ്കിലും അതിനകത്ത് ഫസ്റ്റ്ലി അവൻ ചെയ്യണ നെസ്ലിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ വൈഫൈ അറ്റാക്ക് ആണ് ചെയ്യണത്. അപ്പൊ അവനൊരു പെട്ടി പോലത്തെ ഒരു സാധനം, ഒരു ആന്റിന പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ പേര് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? എനിവൺ ചാറ്റിൽ പറഞ്ഞു? അത് തന്നെ കറക്റ്റ്, എക്സസ് പറഞ്ഞിട്ടുണ്ടല്ലേ? അത് തന്നെ ആൽഫ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് ഭയങ്കര പവർഫുൾ ആണ് സംഭവമാണ്. അതിന്റെ അടുത്ത് പോലും, അതായത് അത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് തലവേദന വരെ വരാൻ ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യണേ. അങ്ങനെ ഹൈ റേഡിയോ ഫ്രീക്വൻസി ആണ് അത് എമിറ്റ് ചെയ്യണേ. അപ്പം അത് ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. വൈഫൈ പൈനാപ്പിളും ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അത് നമുക്ക് ബിൽഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. വൈഫൈ പൈനാപ്പിൾ നമുക്കൊരു റാസ്ബെറി പൈ ആൻഡ് നോഡ് MCU എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ IoT-യിൽ വരണേ അതല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വൈഫൈ പൈനാപ്പിൾ നമുക്ക് ബിൽഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, എക്സ്റ്റിസ് അല്ലേ? താങ്ക്സ് കേട്ടാ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സാധാ ഒരു വൈഫൈ അഡാപ്റ്ററിനെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സാധാ ഒരു വൈഫൈ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടായാലും നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു TP ലിങ്കിന്റെ ഒരു വൈഫൈ അഡാപ്റ്റർ ആണ്. അതൊരു 1000 രൂപയുടെ ഒരു സംഭവമേ ഉള്ളൂ. ഞാൻ അതിന്റെ ഇതാണ് ശരിക്കും പറഞ്ഞ TP ലിങ്കിന്റെ ഇമേജ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഇതാണ് സംഭവം. അപ്പൊ ഇത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ അറ്റാക്ക് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും കേട്ടോ. പെൻ ടെസ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് ചെയ്യണമെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇതിന്റെ മേജർ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി, അതായത് ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസിനെ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. അതായത് നമ്മൾ ദൂരത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കണക്ടിവിറ്റിക്ക് കുറച്ച് സിഗ്നൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഡിവൈസ് യൂസ് ചെയ്യണത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കണക്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. നമ്മൾ ഇതിനെ എന്താ ചെയ്യാൻ പോണേ? മോണിറ്റർ മോഡ് ആക്കാൻ പറ്റും. അപ്പൊ അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മോണിറ്റർ മോഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു അറ്റാക്ക് പെർഫോം ചെയ്യാൻ നേരത്ത് ഈ വൈഫൈ അഡാപ്റ്ററിനെ മോണിറ്റർ മോഡ് ആക്കും. മോണിറ്റർ മോഡ് ആക്കണം എന്ന് പറഞ്ഞാൽ ഇത് കണക്ഷന്റെ പകരം റിസീവർ ആക്കാൻ നോക്കും. റിസീവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫ്രീക്വൻസിയിലുള്ള എല്ലാ വേവ്സും ഇത് ക്യാപ്ചർ ചെയ്യും. അപ്പൊ കണക്ഷൻ അല്ലാതെ പോണെ റിസീവർ ആവും. അതാണ് ഇത് ചെയ്യണേ കേട്ടോ. അപ്പൊ അതിനെയാണ് മോണിറ്റർ മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിവൈസിനെ നമ്മൾ മോണിറ്റർ മോഡ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഡിവൈസിനും വേണമെങ്കിൽ മോണിറ്റർ മോഡ് ആക്കാം. നിങ്ങൾക്ക് അതിന്റെ ആ ഒരു മോഡൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
അപ്പോൾ ഈ ഡിവൈസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ നമ്പർ കിട്ടും. ആ മോഡൽ നമ്പർ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുമ്പോൾ കണ്ട ഞാനിത് ജസ്റ്റ് ആ മോഡൽ നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്തുള്ളൂ. ടൈപ്പ് ചെയ്തപ്പം എനിക്ക് അതിനെ മോണിറ്റർ മോഡ് ആക്കാനുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങൾ കിട്ടി. നിങ്ങൾക്ക് ഗിറ്റബിൽ എന്തായാലും അവൈലബിൾ ആണ്. സ്ക്രിപ്റ്റ് എന്തായാലും ഇതിനകത്ത് അവൈലബിൾ. ഇതിനകത്ത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഈ മോണിറ്റർ മോഡ് ആക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഏത് ഡിവൈസ് എടുത്താലും പോപ്പുലർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞ TP ലിങ്ക് എടുക്കണമായിരിക്കും നല്ല ഇത് ഡിവൈസിന്. അത് കഴിഞ്ഞാൽ പിന്നെ ആൽഫ വാങ്ങിക്കണം. ആൽഫ എന്തുകൊണ്ടാണ് വാങ്ങിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു ചെറിയൊരു ആൽഫയുടെ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ 9000 സംതിങ് അത്ര എന്താണ്ട് വരും. നല്ലൊരെണ്ണമാണെങ്കിൽ പോവും 15,000 അബവ് എങ്ങാണ്ട് പോവും. സോ ആൽഫയാണ് പ്രിഫർ ചെയ്യണത് ഇതിന് വേണ്ടി. ബട്ട് ഒരു ബിഗിനറിന്റെ സ്റ്റേജിൽ നിങ്ങൾ ഇങ്ങനത്തെ വേണമെങ്കിൽ വാങ്ങിച്ച് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ രീതിയിലുള്ള നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷെ നല്ല മെനക്കെട്ട് പണിയാ ഇതിനെ മോണിറ്റർ മോഡ് ആക്കാൻ പറഞ്ഞാൽ കുത്തിയിരിക്കേണ്ടി വരും. 2-3 മണിക്കൂർ വരെ ഇതിനെ മോണിറ്റർ മോഡ് ആക്കാം. പക്ഷെ അതൊരു ത്രില്ലാണ്. അതും ഒരു കൈൻഡ് ഓഫ് വേ ആണ് നമ്മൾ പേഷ്യൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട്. ഇങ്ങനത്തെ രീതിയിൽ ടൈം കുറേ എടുക്കും. ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു അഡാപ്റ്ററിനെ നമ്മൾ മോണിറ്റർ മോഡ് ആക്കി അത് വെച്ച് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും, കൺസ്യൂമിംഗ് ആണ്. പക്ഷെ കുറേ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനെ മോണിറ്റർ മോഡ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. മോണിറ്റർ മോഡ് ആക്കാൻ എനിക്ക് കുറേ സമയം എടുത്ത്. സർ ഡു വി നീഡ് കാളി നെക്സ് ടു അറ്റാക്ക് വൈഫൈ? കാളി നെക്സ് വേണം. കാളി നെക്സിന്റെ ശരിക്കും പറഞ്ഞാൽ മെയിൻ യൂസേജ് അതിനകത്ത് ടൂൾസ് ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. നിങ്ങൾക്ക് ഉബുണ്ടുവിലായിരുന്നു അറ്റാക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ആ നോളജ് ഉണ്ടായിരിക്കണം. ഒരു യഥാർത്ഥ ഒരു ബിഗിനേഴ്സ് എല്ലാവരും കാളിനെക്സേ യൂസ് ചെയ്യാവുള്ളൂ. നിങ്ങൾ കുറച്ചൊന്ന് ഡെവലപ്പായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചായാലും നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ സത്യം പറഞ്ഞ ഒരു എത്തിക്കൽ ഹാക്കിംഗ് ആയാലും സൈബർ സെക്യൂരിറ്റി അറ്റ് ദി എൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോണിൻ്റെ അകത്ത് വരെ കാളിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു എബിലിറ്റി വരും. ആ ഒരു എബിലിറ്റി എത്തും നിങ്ങൾ ഫോണിൻ്റെ അകത്ത് അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ യൂസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അറ്റാക്ക് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫൻസിലായാലും ഡിഫൻസ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വഴിയിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഡിവൈസിനെ പറ്റി നിങ്ങൾ അറിവുണ്ടായിരിക്കണം. അതായത് ഡിവൈസുകളല്ല നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്, നിങ്ങളാണ് ശരിക്കും പറഞ്ഞ ഡിവൈസിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ ഈ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാലും. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കോഴ്സ് ആണെങ്കിൽ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം. ഇപ്പോൾ ഞാനൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര മണിക്കൂർ പോകുന്നത്, അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്യണേ. പക്ഷെ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് അല്ലാതെ തന്നെ നിങ്ങൾ തന്നെ, അതായത് ഇപ്പോൾ ഒരു ഫോണ് എൻ്റെ ഒരു സ്മാർട്ട് വാച്ചായിട്ട് കണക്റ്റഡ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഫോണും സ്മാർട്ട് വാച്ചായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ആ ഫോണും സ്മാർട്ട് വാച്ചിനെ കണ്ടത്? കറക്റ്റ് ടെർമെക്സ് അത് നല്ലൊരു ആപ്ലിക്കേഷൻ ആട്ടോ. ടെർമെക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണും എന്താ അതായത് ഫോണും സ്മാർട്ട് വാച്ചും പിന്നെ എന്തെങ്കിലും ഡിവൈസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നത് ജസ്റ്റ് ടെർമെക്സ് വഴിയായാലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അങ്ങനെ രീതിയിലാണ് പഠിക്കട്ടെ. സോ ചോദ്യത്തിലോട്ട് വരാം. കാളിനെക്സിന്റെ ആവശ്യമാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ കാളിനെക്സ് വേണം. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാളിനെക്സിന്റെ ആവശ്യമില്ല. സാധാ ഒരു ലിനക്സിന്റെ ഏതെങ്കിലും ഒരു ഡെസ്ട്രോ വേർഷൻ വെച്ചാലും നിങ്ങൾക്ക് ഈ അറ്റാക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വൈഫൈ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ടൂൾസ് എയർ ക്രാക്ക് അങ്ങനത്തെ ടൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ലിനക്സിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താലും ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചോദ്യം വല്ലതും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റാക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇല്ല, ഓക്കെ. ഹൗ ക്യാൻ ഐ ഡു ദിസ്? ഐ ഓൺലി ഹാവ് ഉബുണ്ടു. ഉബുണ്ടുവിലും ചെയ്യാൻ പറ്റൂടാ. ഉബുണ്ടുവിലും ചെയ്യാൻ പറ്റൂട്ടാ, യാതൊരു ഇഷ്യൂ ഇല്ല. കാരണം ഉബുണ്ടുവിലാണെങ്കിൽ ഇപ്പം സപ്പോസ് ഇപ്പം ഞാൻ വൈഫൈ ഇപ്പം ഇന്നത്തെ ടോപ്പിക് നോക്കിക്കോ. ഇന്നത്തെ ടോപ്പിക് വൈഫൈ പറ്റിയ വൈഫൈ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡിവൈസ് വേണം. ഒന്ന് മറ്റേ ഈ അഡാപ്റ്റർ വേണം, വൈഫൈ അഡാപ്റ്റർ വേണം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ടൂൾസ് വേണം. അപ്പോൾ ടൂൾസ് എന്ന് പറഞ്ഞാൽ എയർ ക്രാക്ക് എന്ന് പറഞ്ഞൊരു ടൂളാണ്. അത് നിനക്ക് ഈ ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓബ്വിയസ്ലി നിനക്ക് ഈ അറ്റാക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കാളിയുടെ ആവശ്യമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ അപ്പോഴത്തേക്ക് ഈ ഡെമോ ലാബ് ഒന്ന് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം.
This meeting is being recorded. ഓക്കെ, അപ്പൊ ഞാൻ രണ്ടാമത്തെ സ്ക്രീൻ കൂടി ഷെയർ ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ കാളിയിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മീൻസ് വൈഫൈ അഡാപ്റ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിനെ അറിയാനുള്ളതായിട്ടുള്ളൊരു കമാൻഡ് എന്ന് പറഞ്ഞാൽ IW കോൺഫിഗ് ആണ്. അപ്പോൾ IW കോൺഫിഗ് വെച്ച് ആ കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിനകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് WLAN 0 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്നത് WLAN 0, വേറെ ഏതെങ്കിലും വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ WLAN 1, അങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്. അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മോഡ് ഇവിടെ മാനേജ്ഡ് ആയിരിക്കും കാണുന്നത്. അതാണ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും ഡിവൈസ് വാങ്ങിച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കാണാൻ പോകുന്ന മാനേജ്ഡ് മോഡാണ്. കാരണം അതിൻ്റെ യഥാർത്ഥ പർപ്പസ് എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മളാണ് പിന്നെ മോണിറ്റർ മോഡിലോട്ട് ആക്കിയത്. അപ്പോൾ മോണിറ്റർ മോഡിലോട്ട് ആക്കിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗിറ്റബിൽ പോയി കഴിഞ്ഞാൽ ആ മോണിറ്റർ മോഡ് ആക്കാൻ പറ്റും. ഈ ഡിവൈസിലെ നടക്കത്തുള്ളൂ കേട്ടോ. TP-Linkലെ ഈ ഡിവൈസിലെ ആ ഒരു മോണിറ്റർ മോഡ് നടക്കത്തുള്ളൂ. വേറെ ഡിവൈസ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വേറെ മോണിറ്റർ മോഡിൻ്റെ കമാൻഡ് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു മോഡ്, മോണിറ്റർ മോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അറ്റാക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ മോണിറ്റർ മോഡ് ആക്കാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഡിവൈസിനെ സിമ്പിൾ വഴി എന്ന് പറഞ്ഞാൽ sudo ifconfig ആദ്യം WLAN 0 ഡൗൺ കൊടുക്കണം. ഏതാണ് നിങ്ങളുടെ ഇന്റർഫേസ് അത് ഡൗൺ എന്ന് പറഞ്ഞു കൊടുക്കണം. ഡൗൺ കൊടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ കമാൻഡ് എന്ന് പറഞ്ഞാൽ IWconfig സ്പേസ് മോഡ് സ്പേസ് sudo സ്പേസ് ifconfig സ്പേസ് WLAN 0 സ്പേസ് മോഡ് സ്പേസ് മോണിറ്റർ എന്ന് പറഞ്ഞ് ഈ ഒരു കമാൻഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ sudo സ്പേസ് ifconfig സ്പേസ് WLAN 0 സ്പേസ് അപ്പ് എന്ന് പറഞ്ഞ് ഈ ഒരു കമാൻഡ് കൊടുക്കുക കേട്ടോ. ഈ 3 കമാൻഡാണ് കൊടുക്കേണ്ടത്. ഞാൻ അതിൻ്റെ പ്രസൻറ്റേഷൻ ഒരു സെക്കൻഡ്. ഒരു ബിഗിനർ സ്റ്റേജിൽ ഏതെങ്കിലും പണ്ടത്തെ ചെറിയ ഡിവൈസുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 കമാൻഡ് മാത്രം മതി. ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു 3 കമാൻഡാണ്. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഞാൻ ചെയ്തു. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ 3 കമാൻഡ് കേട്ടോ. അപ്പം നോർമലി ഏതെങ്കിലും ഒരു ചെറിയ ഡിവൈസിൽ ഈ ഒരു 3 കമാൻഡ് വെച്ചായാലും റൺ ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്റർഫേസിന്റെ സ്ഥലത്താണ്. ഇന്റർഫേസിൽ നേരത്തെ പറഞ്ഞ പോലെ WLAN 0 ആണെങ്കിൽ WLAN 0 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും WLAN 1 ആണെങ്കിൽ ഇവിടെ ആ ഇന്റർഫേസ് മാത്രമേ മാറ്റേണ്ടുള്ളൂ. ബാക്കി 3 കമാൻഡിൽ ഒരു 50% കേസിൽ വർക്കാവും എന്നാണ്. ബാക്കി വർക്കായില്ലെങ്കിലേ ഉള്ളൂ മോഡൽ നമ്പർ വെച്ച് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മോണിറ്റർ മോഡ് ആക്കേണ്ട കേട്ടോ. വൺസ് ഈ മോണിറ്റർ മോഡ് നിങ്ങൾ ഈ കമാൻഡ് കൊടുത്ത് മോണിറ്റർ മോഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത IWconfig ടൈപ്പ് ചെയ്യുമ്പം ആ മോഡ് എന്ന് പറഞ്ഞ് മോണിറ്റർ കാണിക്കത്തുള്ളൂ. ആ മോണിറ്റർ മോഡ് ആണെങ്കിലേ നമുക്ക് ഈ അറ്റാക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പൊ സപ്പോസ് മോണിറ്റർ മോഡ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ കേസ് കാണിച്ചു തരാം. ഇപ്പൊ നോർമൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ വരും. മോണിറ്റർ മോഡ് അല്ലെങ്കിൽ WLAN 0 എന്ന് മാത്രം വരും. മോഡ് മാനേജ്ഡ് എന്ന് പറയും. കാരണം എൻ്റെ ഇപ്പം നെറ്റ് ഞാനിപ്പോൾ വൈഫൈ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഞാൻ വൈഫൈ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ എൻ്റെ നെറ്റ് മൊത്തം പോകും. എൻ്റെ ഈ ലാപ്പിൻ്റെ നെറ്റ് പോകും. അപ്പോൾ ഈ വീഡിയോ കോൾ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ ലാപ്പിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ലാപ്പിൽ ഓൾറെഡി ഞാൻ വൈഫൈ കണക്ട് ആയിട്ട് വൺസ് ഈ മോണിറ്റർ മോഡ് ആകുമ്പോൾ ഇല്ലേ നിങ്ങളുടെ ഈ കണക്ഷൻ എല്ലാം പോകും. കാരണം നിങ്ങളുടെ കണക്ഷൻ ആണ് മെയിൻ ഇതിന്റെ ജോലി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ കണക്ഷൻ മാറി പിന്നെ റിസീവിങ് ആവും. അതാണ്. അപ്പൊ റിസീവിങ് ആകുമ്പോൾ നിങ്ങളുടെ കണക്ഷൻ മൊത്തം പോകും. അപ്പൊ ഈ നെറ്റ് മൊത്തം പോകും. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ.
നെറ്റ് മൊത്തം ഡിസ്കണക്ട് ആവും, അത് റിസീവർ ആവും. അപ്പോൾ എല്ലാത്തിനുള്ള വൈഫൈ ഇങ്ങനെ റിസീവിങ് വരും. അതാണ് ഞാൻ അടുത്ത ലാപ്പിൽ കാണിക്കാൻ പോണേ. അപ്പോൾ അടുത്ത ലാപ്പിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഞാനിത് ഇവിടെ ഈ ലാപ്പിൽ ഞാനിപ്പോൾ മോണിറ്റർ മോഡ് ആക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ മോണിറ്റർ മോഡ് ആകുക, ദ മൊമെന്റ് ഞാൻ മോണിറ്റർ മോഡ് ആക്കുമ്പോൾ ഇത് ഡിസ്കണക്ട് ആവും. ഈ ഡിസ്കണക്ട് ആയി കഴിയുമ്പോൾ എനിക്ക് പക്ഷേ ഡിസ്കണക്ട് ആകുമ്പോൾ ഒപ്പം തന്നെ എൻ്റെ ചുറ്റിലുള്ള എല്ലാ വൈഫൈ എനിക്ക് കാണാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ് ഡിസ്കണക്ട് ആവും ഓട്ടോമാറ്റിക്കലി. അപ്പം ഞാൻ രണ്ടാമത്തെ ലാപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അറ്റാക്ക് പെർഫോം ചെയ്യാം. വൺസ് ഈ മോണിറ്റർ മോഡ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഈ മോണിറ്റർ മോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയാണ് നിങ്ങൾക്ക് അറ്റാക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. സോ അതിനുള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ എയറോഡം -ng സ്പേസ് WLAN0 മോൺ എന്ന് പറഞ്ഞ്, അതായത് മോണിറ്റർ മോഡിൻ്റെ ഷോർട്ട് ഫോം ആണ് MON എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റർ അടിക്കുമ്പോൾ നോക്കുക, എൻ്റെ ചുറ്റിലുള്ള എല്ലാ വൈഫൈ ഡിവൈസ്, അതായത് ആ വൈഫൈ ഡിവൈസ് മൊത്തം, അതായത് ഞാനിപ്പം ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം തൊട്ടപ്പുറത്ത് ആരെങ്കിലും വൈഫൈ ഡിവൈസ് ഓൺ ആണെങ്കിൽ അതെല്ലാം എനിക്കിത് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മോണിറ്റർ മോഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ദ ബിഗർ ദ ഡിവൈസ്, ദ ബിഗർ ദ അത്രയും റേഞ്ച് നമുക്ക് കിട്ടും, അത്രയും റേഞ്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് ടാർഗറ്റ് ആയിട്ട് എടുക്കണേ നമ്മുടെ ഡിവൈസ് തന്നെയാണ്. കാരണം എന്താ, എപ്പോഴും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളെ സ്വന്തം ഡിവൈസിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഇനി പറയാൻ പോകുന്ന കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ വേറെ ഒരു കാര്യത്തിനും യൂസ് ചെയ്യില്ല. കാരണം അറ്റാക്കിംഗ് ആണ് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് നമ്മളുടെ ഡിവൈസ് തന്നെ നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യണം. അപ്പം ഞാൻ ഇതിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓണറാണ്. ആ ഓണർ കണക്ട് ചെയ്തേക്കുന്ന ഒരു ഫോണിലോട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഫോണും കൂടി ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫോണും കൂടി കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓണർ വഴിയാണ് കണക്ട് ചെയ്തേക്കണേ. ഓണർ ഡിവൈസാണ് കണക്ട് ചെയ്തേക്കണേ. ഇനി ഞാൻ അറ്റാക്കിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നെറ്റ്വർക്ക്, ഏത് നെറ്റ്വർക്ക് ആയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടാർഗറ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടാർഗറ്റിനെ ഡിസ്കണക്ട് ചെയ്യിപ്പിക്കാം. അതാണ് ഇതിൻ്റെ ഈ ഒരു അറ്റാക്കിൽ നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വൈഫൈയിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കുറേ ടാർഗറ്റ് ഉണ്ട്. അതിനകത്തൊരു സ്പെസിഫൈ ചെയ്ത ടാർഗറ്റിൽ നമ്മൾ ലോക്ക് ചെയ്ത് ആ ടാർഗറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് അതിനകത്തുള്ള ഡിവൈസുകളെല്ലാം നമ്മൾ ഡിസ്കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ടാർഗറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനകത്ത് ഓണറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ റീഡിങ്സിലൊക്കെ ഭയങ്കര എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ട്. അതായത് വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓണർ എടുക്കുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണണമെന്ന് പറഞ്ഞാൽ ഓണറുടെ മാക് അഡ്രസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് മാക് സ്പൂഫിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് അറ്റാക്കേഴ്സ് യൂസ് ചെയ്യണേ. സോ ഇതിൻ്റെ മെയിൻ യൂസേജ് എന്ന് പറഞ്ഞാൽ പബ്ലിക് വൈഫൈയിലൊന്നും ഇത് അതായത് വൈഫൈയുടെ നോളജ് ഉള്ളവൻ ഒരിക്കലും പബ്ലിക് വൈഫൈയിൽ ഇത് കണക്ട് ചെയ്യത്തില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഡിവൈസിൽ പബ്ലിക് വൈഫൈയിൽ, കാരണം അറ്റാക്കറിന് സുഖമായിട്ട് ഇതിൻ്റെ മാക് ഐ ഡി, അതായത് റൗട്ടറുടെ മാക് ഐ ഡി സ്പൂഫ് ചെയ്തെടുക്കാം. എന്നിട്ട് അറ്റാക്കറിന് അവൻ്റെ ഒരു റാസ്ബെറി പൈ മതി, ആ മാക് ഐ ഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് ആ അറ്റാക്കറുടെ കയ്യിൽ ഇരിക്കുന്ന റാസ്ബെറി പൈ ആണ് റൗട്ടർ,
പക്ഷെ നെറ്റ് കിട്ടണേന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ കഴിഞ്ഞാൽ, അപ്പം മറ്റവൻ സെക്കൻഡറി ആവും. നിങ്ങളുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ അറ്റാക്കറുടെ റാസ്ബെറി പൈ ആയി മാറും. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് സർഫ് ചെയ്യണേ അതെല്ലാം അറ്റാക്കറിന് കാണുകയും ചെയ്യാം. സോ പബ്ലിക് വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറുള്ള സംഭവമാണ്. സോ അതിലൊന്നും കണക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം എടുക്കണമെന്ന് പറഞ്ഞാൽ മാക് ഐ ഡി ആണ് എടുക്കുന്നത്. ഈ മാക് ഐ ഡിയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ PWR എന്ന് പറഞ്ഞ പവറാണ്. അപ്പം നെഗറ്റീവ് വാല്യൂ -47 കാണിക്കണേ. അപ്പം -40-45 അടുത്തൊഴിക്കുന്ന എല്ലാ ഡിവൈസുകളും നമ്മുടെ അടുത്താണ്. അതായത് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആ ഡിവൈസ്. അപ്പം അങ്ങനെ വെച്ച് നമുക്ക് ആ ഡിവൈസ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം -40-45 അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഡിവൈസ് നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. എറിക്സ് എന്തോ റൈസ് ചെയ്തല്ലോ. ചോദിച്ചോ. BSSID ലീക്ക് ആയില്ലേ ഇപ്പോ? അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിപ്പം എഡ്യൂക്കേഷൻ പർപ്പസിനല്ലേ. അപ്പൊ നമ്മള് വൈഫൈയുടെ അഡാപ്റ്റർ നമ്മൾ കണക്ട് ചെയ്ത് വൈഫൈ അറ്റാക്ക് എന്ന് പറഞ്ഞില്ല. ഇപ്പം സാറ് പറഞ്ഞില്ല നമുക്ക് എല്ലാം ഡേറ്റാസ് കാണാൻ പറ്റുമെന്ന്. HTTP ത്രൂ പോകുമ്പോൾ നമുക്ക് എൻക്രിപ്റ്റ് അയക്കത്തില്ല, അതെങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്യും? HTTP കാണാൻ പറ്റും. HTTPS ആണ് കാണാൻ പറ്റും. നോർമലി എല്ലായിടത്തും പോകും HTTPS ആയിരിക്കും. ആരും HTTP അങ്ങനത്തെ വർക്കുകളായിട്ടുള്ള സൈറ്റിലൊന്നും കയറാറില്ലല്ലോ. അങ്ങനെ എൻക്രിപ്ഷൻ ടൂൾ ഉണ്ട് അതിന്റെ. HTTPS എൻക്രിപ്ഷൻ ടൂൾ ഉണ്ട്. അപ്പൊ ഇത് ഓൾറെഡി വൺസ് നിങ്ങൾ ഇപ്പം റൗട്ടറിനാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ ആക്സസ് എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾ പോണ ഡാറ്റ ട്രാഫിക്കിന്റെ ആക്സസ് എല്ലാം റൗട്ടറിനാണ്. അപ്പം അറ്റാക്കർ ആ മാക് സ്പൂഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റാക്കറുടെ റാസ്ബെറി പൈ ആയി നിങ്ങളുടെ റൗട്ടറായി. അപ്പൊ നിങ്ങൾ അതൊരു മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് വരത്തില്ലേ? അതന്നെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് വരണേ ഇതിനകത്ത്. അപ്പൊ അത് തന്നെ HTTPS-ലാണെങ്കിൽ ഡീക്രിപ്ഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുള്ള ടൂൾസ് എല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിന്റെ ഡീക്രിപ്ഷനും ഉണ്ട്. അതിന് ടൂൾസ് അതൊരു ഡെവലപ്പർ ചെയ്യാനും പറ്റും. പക്ഷെ അതിന് ഓപ്പൺ സോഴ്സ് കിട്ടുമോ? അതിങ്ങനെ ഓപ്പൺ സോഴ്സ് കിട്ടത്തില്ല കേട്ടോ. അത് ഓപ്പൺ സോഴ്സ് കിട്ടത്തില്ല കേട്ടോ. പക്ഷെ ഉണ്ട് കേട്ടോ. അതിന്റെ എൻക്രിപ്ഷൻ ചെയ്യാൻ സംഭവമുണ്ട്. പിന്നെ അധികം ഹൈ ആയിട്ടുള്ള എന്താ പറയണ ഈ വാട്സാപ്പിന്റെ ചാറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ കിട്ടാന്നാണ് ശരിക്കും പറഞ്ഞ പാടെന്ന് പറഞ്ഞാൽ. നോർമൽ ബ്രൗസിംഗ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചാറ്റും ഓപ്പൺ സോഴ്സിൽ ഒരിക്കലും കിട്ടത്തില്ല. ഇതൊന്നും ഓപ്പൺ സോഴ്സിൽ ഇത് ഹൈ പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഹൈ പ്രൊഫൈല് വല്ലതും ഇങ്ങനെ വല്ലതും ഒന്നെങ്കിൽ വല്ലതും ഗവൺമെന്റ് ഓഫീഷ്യൽസോ അല്ലെങ്കിൽ ആർമിക്കാരോ അവരുടെ കയ്യിൽ കാണുമായിരിക്കും ഈ ടൂൾസും കാര്യങ്ങളൊക്കെ, ഇതിന്റെ എൻക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ. സാധാരണ ആൾക്ക് ഒരിക്കലും ഓപ്പൺ സോഴ്സ് ആയിട്ട് കിട്ടത്തുമില്ല ഈ ടൂൾസ് ഒന്നും. സോ ഇപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോടാ? ഇല്ല വേറെ ഇല്ല. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഒരു വൈഫൈനെ ടാർഗറ്റ് ചെയ്തിട്ട് അവനിൽ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ ഡിവൈസും നമ്മൾ ഡിസ്കണക്ട് ചെയ്യിപ്പിക്കാൻ പോവാം ഇവിടെ നിന്നുകൊണ്ടാണ്. സോ ഇതിന്റെ ഒരു മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വൈഫൈ ഏരിയയിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ സാധാരണ നെറ്റിന്റെ രീതിയിൽ ഇപ്പൊ സർവർ എല്ലാം അപ്പുറത്തെ 1000 കിലോമീറ്റർ അപ്പുറത്താണെങ്കിലും എന്തെങ്കിലും ഒരു സർവീസ് ഓൺ ആയെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ വൈഫൈയുടെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റേഞ്ചിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അറ്റാക്ക് നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ടാർഗറ്റ് ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാക് അഡ്രസ് ആണ്. സോ ഞാൻ ആദ്യം ഈ മാക് അഡ്രസ് ഒന്ന് കോപ്പി ചെയ്യാം. അപ്പൊ ഇത് മാക് അഡ്രസ് കോപ്പി ചെയ്ത്, അപ്പം വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന പവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് കാണിക്കുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47 കാണിക്കുന്നത്. അതായത് ആ ഡിവൈസ് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണേ അത്. അപ്പൊ 40-45 താഴെയുള്ള നെഗറ്റീവ് വാല്യൂ ഏറ്റവും കുറവുള്ള ഏതാണ് അതിനർത്ഥം ആ ഡിവൈസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതാണ് ആ ഡിവൈസ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം നെഗറ്റീവ് വാല്യൂ കൂടുന്നതനുസരിച്ച് ആ ഡിവൈസ് അകന്നുകൊണ്ടിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന്. അതാണ് ഇതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവറിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡാറ്റയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഡാറ്റ, ചാനല്, ഇത് രണ്ടുമാണ് നിങ്ങൾ രണ്ടാമത്തെ കാര്യത്തിൽ നോക്കേണ്ടത്. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില ഞാൻ പറഞ്ഞ പോലെ വൈഫൈ ക്രാക്കിംഗ് വരും. വൈഫൈ ക്രാക്കിംഗിൽ വൈഫൈ ഹാൻഡ് ഷേക്ക് വേണം. വൈഫൈ ഹാൻഡ് ഷേക്ക് കിട്ടണമെങ്കിൽ ആളുകൾ അതിനകത്ത് മാക്സിമം യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഡാറ്റ ട്രാൻസ്മിഷൻ കൂടുതൽ നടക്കണം. ആളുകൾ കൂടുതൽ യൂസ് ചെയ്യണം, ബ്രൗസ് ചെയ്യണം, സെർച്ച് ചെയ്യണം, ചാറ്റ് ചെയ്യണം, അങ്ങനെ ഓൺലൈനിൽ ഉണ്ടായിരിക്കണം. അപ്പം കൂടുതൽ യൂസേഴ്സ് കണക്ട് ആണെങ്കിൽ കൂടുതൽ ഡാറ്റ ഇതിനകത്ത് ജനറേറ്റ് ആവും. അങ്ങനെ നമുക്ക് ഒരു വൈഫൈ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചാനൽ. ഈ ചാനൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ
നമുക്ക് വേണമെങ്കിൽ ഇന്ന് ചെയ്യുന്ന അറ്റാക്ക് ചാനൽ ബേസ് ചെയ്ത്, അതായത് ഒരേ ചാനൽ കൺസ്ട്രക്റ്റീവ്, ഇപ്പൊ ഇതെല്ലാം ട്രാവൽ ചെയ്യുന്നത് പറഞ്ഞാൽ റേഡിയോ വേവ്സ് വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്. റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്, കൺസ്ട്രക്റ്റീവ് വേവ്സ് ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് വേവ്സ് ഉണ്ട്. രണ്ട് വേവ്സ് ഒരേപോലെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് തമ്മിൽ ക്യാൻസൽ ആവും. സെയിം തന്നെയാണ് ഈ അറ്റാക്ക്, ഡി ഒതന്റിക്കേഷൻ അറ്റാക്കും ഏകദേശം ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. ഒരേ വേവ്സ് ഒരേ ചാനൽ ത്രൂ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ആയി പോണേ. അതുകൊണ്ടാണ് ഇത് ഇത്രയും എളുപ്പത്തിൽ, ഏകദേശം ഒരു എളുപ്പം പോലെ പറയാം നമുക്ക്. ജസ്റ്റ് ആ ചാനൽ നമ്പർ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ കുറച്ച് പാക്കറ്റ്സ് ആ ചാനലിൽ സെൻഡ് ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ആ വൈഫൈ നെറ്റ്വർക്കിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ആദ്യം നമുക്ക് ഒരാളെ മാത്രം, ഇപ്പോൾ ഇത് കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അതിനെ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് നമുക്ക് ഇതിനെ മാത്രമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം, ഓണർ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതിനാണ് നമ്മൾ ആ ഓണറുടെ മാക് ID വെച്ചാണ് നമ്മൾ കോപ്പി ചെയ്തേക്കണേ. അപ്പം സെയിം തന്നെ നമ്മൾ മാക് ID ആണ് പേസ്റ്റ് ചെയ്യണേ. ഇപ്പം എക്സിസ് പറഞ്ഞ പോലെ തന്നെ BSSID ലീക്ക് ആയില്ലേ, BSSID അത് തന്നെ, അത് നമ്മൾ ഈ എയർ ക്രാക്ക് എന്ന് പറഞ്ഞൊരു ടൂളിൻ്റെ അത് BSSIDയുടെ പകരം BSSIDയിൽ ആ ഒരു ഓപ്ഷനിൽ എഴുതുന്നതാണ് നമ്മൾ ഈ മാക് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനിപ്പം ക്ലിയർ ചെയ്ത്, അപ്പം നമ്മൾ ഇപ്പം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരേ ഒരു ടാർഗറ്റ്, അതായത് ഓണറിനെ മാത്രമേ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിനുള്ള കമാൻഡാണ് സെയിം ചാനൽ 11 ആയിരുന്നു. റൈറ്റ് ഓണർ 1 എന്ന് പറഞ്ഞ് ഒരു ഫയലിലോട്ട് നമ്മൾ റൈറ്റ് ചെയ്യും. അപ്പോൾ ഇത് കമാൻഡ് എന്ന് പറഞ്ഞാൽ എയറോഡം എന്ന് പറഞ്ഞാൽ കമാൻഡിൻ്റെ പേരാണ്. -BSSID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത മാക് അഡ്രസ് ആണ് പേസ്റ്റ് ചെയ്തത്. -ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചാനൽ നമ്പറാണ്, 11 ആയിരുന്നു അതിൻ്റെ ചാനൽ നമ്പർ. പിന്നെ ഇതിനെ -റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫയലിലോട്ട് റൈറ്റ് ചെയ്യും. ആ ഫയലിൻ്റെ പേരാണ് നമ്മൾ ഓണർ 1 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. പിന്നെ WLAN 0 മോഡ്, നമ്മുടെ വൈഫൈ അഡാപ്റ്ററിന്റെ മോണിറ്റർ മോഡിന്റെ പേരാണിത്. അപ്പോൾ ഈ അറ്റാക്ക് ഞാൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് കുറച്ച് ഡാറ്റാസ് അതിനകത്ത് കയറിയിട്ട്, അപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ ഡമ്മി ഫോണിൽ കുറച്ച് നേരം ഒന്ന് യൂസ് ചെയ്തിട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം വെച്ച് കഴിയുമ്പോൾ ഈ താഴെ സ്റ്റേഷന്റെ താഴെ എത്ര പേര് കണക്റ്റഡ് ഉണ്ടെന്ന് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പം എൻ്റെ ഫോണിന്റെ പേരെല്ലാം വരേണ്ടതാണ്. അപ്പോൾ ഇത് ഇച്ചിരി സമയം എടുക്കും, കാരണം ഈ ഡിവൈസ് ഒന്ന് ഇച്ചിരി നമ്മൾ മോണിറ്റർ മോഡ് ആക്കിയപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ആൽഫയിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എത്ര പേരാണ് കണക്ട് ചെയ്തേക്കുന്നത് ഈ സ്റ്റേഷന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫോണാണെങ്കിൽ എൻ്റെ ഫോണിന്റെ പേരെല്ലാം ഇതിനകത്ത് എഴുതി വരും. അപ്പം ഞാനിപ്പോൾ ഡാറ്റ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പിന്നെ ഒരു ഫോണെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു പാരാമീറ്റർ കാരണമാണ് ഇപ്പം എൻ്റെ ഫോൺ ഇതിനകത്ത് വരാത്തത്. പക്ഷേ ആൽഫ പോലത്തെ ഡിവൈസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനകത്ത് വരും കേട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ BSSID, അത് എൻ്റെ ഓണറുടെ ഈ ഒരു മാക് ID ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു മാക് ID റൈറ്റ് സൈഡിൽ ഏത് ഫോണാണ് കണക്ട് ചെയ്തേക്കുന്ന ആ ഫോണിന്റെ മാക് അഡ്രസ് ഇവിടെ എഴുതി വരും. ഇതാണ് ചെയ്യണത്. ഓക്കെ, വൺസ് കുറച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി അറ്റാക്കിങ്ങിലോട്ടാണ് പോണേ. അപ്പൊ അറ്റാക്കിങ് ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ എയർപ്ലേ എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. എയർപ്ലേ എന്ന് പറഞ്ഞൊരു കമാൻഡ്, AREPLAY, എയർപ്ലേ എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. അപ്പം ഇതാണ് കമാൻഡ് എയർപ്ലേ -NG -DAuth എന്ന് പറഞ്ഞാണ് ഡി ഒതന്റിക്കേഷൻ അറ്റാക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോണേ. പാക്കറ്റ്സ് ആണ്, നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ് വലതുവശത്ത് കാണുന്നത്. -A എന്ന് പറഞ്ഞാൽ നമ്മൾ മാക് അഡ്രസ്സിന്റെ പേരാണ് നമ്മൾ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് ലാസ്റ്റ്ലി ആണ് നമ്മൾ ഏതാണ് വയർലെസ്, നമ്മുടെ വൈഫൈ അഡാപ്റ്ററിന്റെ പേരാണിത്. ഇതാണ് ശരിക്കും. അപ്പൊ ഇതിനകത്ത് ഈ ഒരു അറ്റാക്ക് ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഓണറിൽ, അതായത് ഹോട്ട്സ്പോട്ട് തരുന്ന ആ ഒരു ഡിവൈസിന് എത്ര പേരാണ് കണക്ട് ചെയ്തേക്കുന്നത് ആ പേര് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആവും. അപ്പം ഞാൻ അവിടെ എൻ്റർ അടിക്കാം. എൻ്റർ അടിക്കുന്ന മുമ്പ് ഞാൻ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് കമാൻഡ്. ഇതാണ് ദ മൊമെന്റ് ഞാൻ ഇനി അവിടെ എൻ്റർ അടിക്കുമ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഇത് ഓണറുമായിട്ട് ഇപ്പോൾ കണക്റ്റഡ് ആണ്. അപ്പം ഞാൻ അപ്പുറത്ത് ഓക്കെ, അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓണറായിട്ട് കണക്റ്റഡ് ആണ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ദ മൊമെന്റ് ഞാൻ അപ്പുറത്ത് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ
കണ്ട ഡിസ്കണക്ട് ആയത് കണ്ട. ഇതാണ് സംഭവം. ഞാൻ അപ്പുറത്തെ സ്ക്രീനും കാണിച്ചു തരാം. അപ്പൊ ഇതിങ്ങനെ ഡിസ്കണക്ട് അവന് ഇനി കണക്ട് ചെയ്യാനേ പറ്റത്തില്ല. അപ്പൊ ഞാൻ അപ്പുറത്തെ സ്ക്രീനും കൂടി കാണിച്ചു തരാം എന്താ അവിടെ നടക്കുന്നതെന്ന്. അപ്പൊ ഇത് ബിൽഡ് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ ഇച്ചിരി സമയം എടുത്തിട്ടാ. നിസ്സാര സംഭവമല്ല ഇത്. കുറച്ച് സെറ്റ് ചെയ്യാൻ ഇച്ചിരി സമയം എടുത്ത്. ഇതാണ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയാണ് കാണുന്നത് കേട്ടാ. ഇതാണ് ശരിക്കും. അപ്പൊ ഇതിങ്ങനെ എനിക്ക് ഒരിക്കലും എൻ്റെ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെയാണ് നമ്മുടെ ഈവിൾ ട്വിന്ന് ഇടയ്ക്ക് കയറി വരണേ. ഇതാണ് അറ്റാക്ക് നടക്കുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അത്. അപ്പൊ ഈവിൾ ട്വിൻ വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകനായി, അതായത് നമ്മുടെ പാസ്വേഡ് റിക്കവറിൽ വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഓണറുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. എന്നിട്ട് യൂസർ ഒരിക്കലും ഈ ഒറിജിനൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. 10,000 പാക്കറ്റ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുക. അത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കണ്ട, ഓരോരോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സോ ഒരിക്കലും ഇനി എനിക്ക് എൻ്റെ ഈ ഫോൺ ഒരിക്കലും ആ ഓണർ എന്ന് പറഞ്ഞ ഹോട്ട്സ്പോട്ടിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവിടെയാണ് ഈവിൾ ട്വിൻ കയറി വരുന്നത്. ഈവിൾ ട്വിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും, ഡ്യൂപ്ലിക്കേറ്റ് ഓണറിൽ ഉണ്ടാക്കും. എന്നിട്ട് ആ യൂസറിലോട്ട് അതിനോട്ട് കണക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് അതിൻ്റെ പാസ്വേഡ് നമ്മൾ എടുക്കും. അതാണ് ശരിക്കും ഈവിൾ ട്വിൻ അറ്റാക്ക് നടക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നിർത്തിയാലേ എനിക്ക് ഇനി എൻ്റെ ഫോൺ വഴി കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് വൈഫൈയുടെ ചെറിയൊരു ഡിയോതന്റിക്കേഷൻ അറ്റാക്ക്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ യൂസറിന്റെ ഡാറ്റ ഇങ്ങനെ കുറേ നേരം വരെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മേളിലൊരു ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞു വരും. ആ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞ ഒരു PCAP ഫയൽ പോലത്തെ ഒരു നിങ്ങളുടെ എന്തെങ്കിലും പേര്, നിങ്ങൾ എന്താ പേര് കൊടുത്തേക്കുന്നത്, ഡോട്ട് എന്താണ്ട് PCAP ഫയലാണ് എനിക്കൊന്ന് ഹാൻഡ് ഷേക്കിൽ വരണേ. ഡോട്ട് ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വരും. അത് നമ്മൾ ഇതിനെ തന്നെ എയർ ക്രാക്ക് അല്ലെങ്കിൽ എയറോഡം എന്ന് പറഞ്ഞ അങ്ങനത്തെ ആ ഒരു ടൂൾ യൂസ് ചെയ്ത് തന്നെ നമുക്ക് നമ്മുടെ കാളിയിടാത്ത എന്തെങ്കിലും ഒരു വേർഡ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ബ്രൂട്ട് ഫോഴ്സിങ് അറ്റാക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പം ആ ഒരു വേർഡ് ലിസ്റ്റ് പാസ്വേഡ് ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഓൾറെഡി കാളിയിടാത്ത rocky.txt എന്ന് പറഞ്ഞ് കുറേ പാസ്വേഡ് ഫയൽസ് ഉണ്ട്. ഇഷ്ടംപോലെ കണക്കിനുള്ള പാസ്വേഡ്സ് കാളിയിടാത്ത ഓൾറെഡി ഇൻബിൽഡ് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് മിക്ക എല്ലാവരും ക്രാക്ക് ചെയ്യുന്നത്. പക്ഷെ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ആ വേർഡ് ലിസ്റ്റ് ആ ഒരു പാസ്വേഡിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു WPA2യുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമുക്ക് ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യണമെങ്കിലും ആ ഒരു വേർഡ് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, ആ ഒരു പാസ്വേഡിന്റെ സീക്വൻസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഈവിൾ ട്വിൻ. അതാണ് ഈ WPA2യുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഏകദേശം അറ്റാക്കിങ് കണ്ട് ഏകദേശം ചെറിയ എന്തെങ്കിലും ഒരു രീതിയിൽ മനസ്സിലായും ചെയ്ത്, ബാക്കി നിങ്ങൾ ഈ ഒരു കുറച്ച് ടേംസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണുമായിരിക്കും. എയർ ക്രാക്ക്, എയറോഡം, അങ്ങനത്തെ കുറച്ച് ടെർമിനോളജീസ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. സെർച്ച് ചെയ്യുക കേട്ടാ, മാക്സിമം സെർച്ച് ചെയ്യുക. നെറ്റിൽ തന്നെ എല്ലാം അവൈലബിൾ ആണ്. സ്വന്തമായിട്ട് തന്നെ പഠിക്കാൻ നോക്കാം കേട്ടാ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചോദിച്ചാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ്ലി ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ ഇന്ന് ചെയ്ത അറ്റാക്സോ വെച്ച് ചെയ്ത എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വല്ലതും അറിയാൻ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ ഇവിടെ പഠിപ്പിക്കണെന്ന് പറഞ്ഞാൽ 2 കോഴ്സാണ് പഠിപ്പിക്കുന്നത്. JEH ആൻഡ് CPT ആണ് പഠിപ്പിക്കുന്നത്. JEH 20 days കോഴ്സാണ്, CPT 3 months ആണ്. അതാണ് ഈ കോഴ്സിന്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചോദിച്ചോ. ഞാൻ ചോദിക്കുന്നില്ലേ, നമ്മളിപ്പോ വൈഫൈ അറ്റാക്ക് ചെയ്യുമ്പോഴേ വൈഫൈ അറ്റാക്ക് ചെയ്യുമ്പോൾ വയർഷാക്ക് യൂസ് ചെയ്ത് നമുക്ക് ആളെ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സാന് ആക്ക് ഒക്കെ ഉണ്ടല്ലോ, പാക്കറ്റ്സ് വരുമ്പോൾ ഇത്രയും പാക്കറ്റ്സ് ഒരുമിച്ച് സെൻഡ് ആക്കുമല്ലേ? ഇല്ല, അതാണ് രസം. വയർഷാക്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നീ ഇപ്പം ചുമ്മാ വയർഷാർക്ക് ഓൺ ആക്കിയ ഒരിക്കലും വൈഫൈയുടെ കിട്ടത്തില്ല നിനക്ക്. ഇല്ല, പാക്കറ്റ്സ് നമ്മുടെ സിസ്റ്റത്തിൽ പാക്കറ്റ്സ് വരുമ്പോൾ ത്രൂ പാക്കറ്റ്സ് സെൻഡ് ആകുമ്പോൾ 1000 ഇപ്പൊ സാറിന് 10,000 പാക്കറ്റ്സ് അയക്കുമല്ലേ? അപ്പൊ ആ വയർഷാക്ക് അറിയാൻ പറ്റൂ നമ്മൾ നെറ്റ്വർക്കിൽ കൂടെ കടന്നു പാക്കറ്റ്സ്. ഇല്ല, ഇപ്പൊ നീ അപ്പുറത്ത് നീ ഇപ്പൊ തൊട്ട എന്റെ വൈഫൈ തന്നെ കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക, നീ വയർഷാർക്ക് ഓണാക്കി കിട്ടത്തില്ല. കാരണം എന്താ പറയുക, കാരണം ഇത് കിട്ടണമെങ്കിൽ മോണിറ്റർ മോഡ് ആക്കണം. ഏതാ ഒരു ആന്റിന വേണം. ആന്റിന ഉണ്ടെങ്കിൽ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലയോ ഒരിക്കലും നിനക്ക് വൈഫൈയുടെ പാക്കറ്റ് ഒരിക്കലും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആന്റിന ലാപ്ടോപ്പ് ആയിട്ട് കണക്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടാ മതി. വൈഫൈ ഞാനിപ്പോ അറ്റാക്ക് ചെയ്യുക,
നീ അപ്പുറത്ത് വയർ ഷാർക്ക് വഴി ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നിനക്ക് നിന്റെ ലാപ്ടോപ്പ് വൈഫൈ ആന്റിന മോണിറ്റർ മോഡിൽ കണക്ട് ചെയ്ത് വയർ ഷാർക്കിന് ഒരു മോണിറ്റർ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് വയർലെസ്സിലുള്ള അറ്റാക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഞാൻ ഡൗട്ട് അതല്ല കേട്ടാ, ഞാൻ പറഞ്ഞ മനസ്സിലായ? അതായത് ഒരിക്കലും വൈഫൈ അഡാപ്റ്റർ വയർലെസ് മോഡിൽ അല്ലാതെ വയർ ഷാർക്കിൽ ഒരു മോഡ് വരും, മോണിറ്റർ മോഡ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. സാർ ഇപ്പം എന്റെ പറഞ്ഞോടാ. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്റെ റേഞ്ച് ഇല്ല. കേക്കാം ഇപ്പം കേക്കാം. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു ഞാൻ പറഞ്ഞെന്താ അറിയാമോ? എടാ, ശബ്ദം കട്ടായി പോകുന്നുട്ടോ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. റേഞ്ച് ഉള്ളിടത്ത് ഒന്നും ഇരുന്നേടാ. ഇല്ല. ഹലോ എക്സിയെ ഇപ്പം കേൾക്കാം. ഞാൻ ചോദിച്ചെന്താ പറയാ, സാറ് ഞാനും സെയിം നെറ്റ്വർക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പൊ സാറിന്റെ സിസ്റ്റത്തിൽ കൂടെ എന്തൊക്കെ പോകുന്നുണ്ടെന്നും പാക്കറ്റ്സ് എന്തൊക്കെയാണ് പോകുന്നതെന്നും അത് സാനും അയക്കും ത്രൂ എനിക്ക് മനസ്സിലാക്കാമല്ലോ. അത് എനിക്ക് ഇങ്ങോട്ട് വന്നാലും ഒരേ സെയിം നെറ്റ്വർക്ക്, എല്ലാം രണ്ടും സെയിം നെറ്റ്വർക്കിലായിരുന്നല്ലോ. ഒരു ത്രൂ ആണല്ലോ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ. ഇപ്പം എന്റെ ത്രൂ ആണെങ്കിൽ നിനക്ക് നീ വയർ ഷാർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്റെ പാക്കറ്റ് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. നിനക്ക് എന്റെ പാക്കറ്റ് ആണെങ്കിൽ നിനക്ക് റൗട്ടറുടെ റൗട്ടറുടെ ആക്സസ് വേണം. റൗട്ടറിനാണ് ശരിക്കും പറഞ്ഞാൽ റൗട്ടർ ത്രൂ ആണ് എല്ലാം കണക്ട് ചെയ്തേക്കണേ. സോ നിനക്ക് എന്റെ പാക്കറ്റ് കാണണമെങ്കിൽ നീ മാൻ ഇൻ ദ മിഡിൽ ചെയ്യണം. നോർമൽ ഐ പി അഡ്രസ് ഇപ്പം നമ്മളിപ്പോ നോർമൽ റൗട്ടർ കണക്ട് ചെയ്യുമ്പോൾ നോർമൽ ഐ പി അഡ്രസ് ആയിരിക്കും വരുന്നത്. 192 സിമ്പിൾ ആയിട്ട് ഐ പി അഡ്രസ്. അപ്പൊ 1 സാർ 1 ആണെങ്കിൽ ഞാൻ 2 ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ സാർ 0 ആണെങ്കിൽ ഞാൻ 1 ആയിരിക്കുമല്ലോ. സാറാണോ മറ്റോ ആണോ വേറെ ചെയ്തിട്ടുണ്ടോ അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഐ പി അഡ്രസ് കണ്ടുപിടിക്കാം. എൻമാപ്പിന്റെ കംപ്ലീറ്റ് എൻമാപ്പിന്റെ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല, ആ ഐ പി ത്രൂ തന്നെ എനിക്ക് ഏതൊക്കെ ഐ പി കൂടെ ആണ് പാക്കറ്റ്സ് വരുന്നത് എന്ന് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. എന്റെ ഐ പി നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരു സോക്ക് എന്ന് പറഞ്ഞാൽ ഒരു എൻവയറമെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഒരു മോണിറ്ററിംഗ് ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുണ്ടാണ് കാണാൻ പറ്റുന്നത്. അല്ല ചുമ്മാ കാണാൻ പറ്റത്തില്ല. ഒരു മോണിറ്ററിംഗ് പ്ലാറ്റ്ഫോം ചുമ്മാ കാണാൻ പറ്റുന്നല്ലോ. കാണാൻ പറ്റത്തില്ലേ ചോദിച്ചത് ഞാൻ. കാണാൻ പറ്റും, പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള മെഷർ ചെയ്തിരിക്കണം. അതായത് പ്രോപ്പർ ആയിട്ടുള്ള മോണിറ്റർ ചെയ്തതുപോലെ ഇരിക്കണം. ചെയ്യണം. അതുണ്ടെങ്കിലേ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നറിയാവോ? ചോദിച്ചോ. നോർമലി എങ്ങനെ ചെയ്ത് അറിയാൻ പറ്റും. നോർമലി അറിയാവുന്ന ഒരാൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റൂല ആരാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ പറ്റൂടാ. അത് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു തന്നെ. അയാൾ കണ്ടുപിടിക്കാനുള്ള വഴികളാണ്. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്യുവാണെങ്കിൽ തന്നെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തിരിക്കും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. നീ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഉത്തരം. ഞാനിപ്പോ ഡീഓതന്റിക്കേഷൻ ചെയ്ത വയർ ഷാർക്ക് വഴിയായാലും ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ വഴികളാണ് ഞാൻ പറഞ്ഞത്. പിന്നല്ല, ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോപ്പർ ടൂൾസും അതിനുള്ള നോളജും വേണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഡൗട്ട് വെച്ചാണ്. ചെയ്യാൻ പറ്റില്ല, പോസിബിൾ ആണല്ലോ. അതിനുള്ള അവിടെ നിന്നാണ് നമ്മുടെ ക്യൂരിയോസിറ്റി വരണേ. ഇപ്പൊ നീ പറഞ്ഞ് പോസിബിലിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പൊ നീ അതിന്റെ പിന്നാലെ പോസിബിലിറ്റി ആണ്, ഏത് വഴിയാണ്? അപ്പം വയർ ഷാർക്ക് ആണെങ്കിൽ വയർ ഷാർക്ക് വഴിയായാലും എങ്ങനെ എനിക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അങ്ങനെ ഒരു മോഡുണ്ട് വയർ ഷാർക്കിനകത്ത്, ഒരു മോണിറ്റർ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതുവഴി എനിക്ക് വയർലെസ് അല്ലാണ്ട് അപ്പൊ അതിനെ പറ്റി പഠിക്കും. അപ്പൊ എല്ലാം ബേസ് ചെയ്ത ഒരു ക്യൂരിയോസിറ്റി ആണ് ശരിക്കും പറഞ്ഞ. സാർ പിന്നെ നിങ്ങളുടെ അവിടെ IoT പഠിപ്പിക്കുന്നു? IoT ഇവിടെ ആകെ 2 കോഴ്സേ ഉള്ളൂടാ. ജയിച്ചും പിന്നെ CPT ആണ്. ബാക്കി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കാര്യങ്ങളാണ്. വൈഫൈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സ്ട്രാ ഒരു പഠിച്ചോണ്ട് ഇങ്ങനെ വെബിനാർ എടുക്കണേ ഉള്ളൂ. അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് അത് വേറെ കോഴ്സാണ് ശരിക്കും പറഞ്ഞാൽ. സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒന്നുമില്ല? CH പോലത്തെ ശരിക്കും പറഞ്ഞ അക്കാഡമിക് ടീമിനോട് നീ ചോദിക്കണം കേട്ടാ. എനിക്ക് ആകെ ഹലോ റോബോട്ടിക്സ് ആയിട്ട് ഇന്റേൺഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 2 വീക്ക് സർട്ടിഫിക്കറ്റ്സ്. നിങ്ങൾ എന്തിനാ പഠിക്കുന്ന? ഞാൻ CH കഴിഞ്ഞാണ്. CH കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ IoT പറ്റി എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വെബിനാർ ജോയിൻ ചെയ്തു ഞാൻ. നമ്മള് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പ് ആയിട്ട് കൊടുക്കാറുണ്ട് 2 വീക്ക്. അല്ലാതെ ടോട്ടൽ എക്സ്പ്ലോർ ചെയ്ത് കണ്ട് എടുക്കാറില്ല കേട്ടോ. ഇല്ല, IoT എല്ലായിടത്തും ഇല്ല. ഞാൻ കുറെ റെഡ് ടീം ഇല്ല നമ്മള് കൊച്ചി, റെഡ് ടീമിലാണ് ഞാൻ പഠിച്ചിറങ്ങിയത്. CH അവിടെ നിന്ന് എടുത്തായിരുന്നു. ആണല്ലേ?
ഓക്കെ. അപ്പൊ ഈ അവിടെ തന്നെയാണ് വർക്ക് ഇപ്പൊ എടുക്കുന്നത്. CH എക്സാം വീട്ടോട് വന്നപ്പോഴത്തേന് എന്താണ് IoT എക്സാമും ഉണ്ട്, പക്ഷെ IoT പഠിപ്പിക്കുന്നില്ല ഒരിടത്തും. അതൊരുമാതിരിയാണ്. എക്സാം കൊണ്ട് അതിനെപ്പറ്റി പഠിപ്പിക്കുന്നില്ല ഒരിടത്തും. സ്റ്റുഡൻസിനുള്ള ബേസിക് IoT ആൻഡ് റോബോട്ടിക്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് മോനിക്ക് യൂസ്ഫുൾ ആകൂല. ജസ്റ്റ് ബേസിക് ഇന്റേൺഷിപ്പിനുള്ള ആക്ടിവിറ്റി പോയിന്റ്സിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വെബിനാർ. താങ്ക്സ്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, വെബിനാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് രജിസ്റ്റർ ചെയ്യണേ. നിങ്ങളുടെ നെയിമും ഒക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്യണേ. എല്ലാവർക്കും ഓഡിയബിൾ അല്ലേ? അതെ മാം, ഓഡിബിളാ. ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? സാറിനോട് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ? ചോദിച്ചോടാ അഭിനെ. സാർ, നമുക്കിപ്പോ ഈ ലിനക്സ് കയറ്റാൻ ഇപ്പോ എന്റെ ലാബിൽ ഓൾറെഡി ഇപ്പൊ വിൻഡോസ് ഉണ്ട്, ഉബുണ്ടു ഉണ്ട്. ഇപ്പൊ ഞാൻ അത് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഞാൻ ഉബുണ്ടു കയറ്റിയത്. അപ്പൊ എത്ര GB RAM ഉണ്ട് സിസ്റ്റത്തില്? റാം ഐ തിങ്ക് 16 GB ആണ് തോന്നുന്നു. 16 GB ഉണ്ടല്ലേ? 60. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉബുണ്ടും പാർട്ടീഷൻ വെർച്വൽ ബോക്സിൽ ചെയ്തുകൂടായിരുന്നോ? വെർച്വൽ മെഷീൻ യൂസ് ചെയ്ത് ചെയ്തില്ലായിരുന്നോ? പക്ഷെ അത് എന്തോ ഒരു എറർ വന്ന് ചെറിയ എന്തോ ബഗ്ഗോ വൈറസ് എന്തോ കയറി. പിന്നെ അതിന്റെ പിന്നാലെ ട്രബിൾ ചെയ്ത് പിന്നെ അങ്ങനെ അത് റെഡി ആക്കി. വെർച്വൽ ബോക്സ് ഞാൻ വിൻഡോസിൽ കേട്ട് നോക്കിയപ്പോ അതിൽ ഡെവലപ്മെന്റ് ഓൺ ആക്കിയിട്ടും അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല വെർച്വൽ ബോക്സ്. നേരെ നമ്മുടെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞ ഒരു ഇത് വരികയാണ്. ഓക്കെ, അല്ലാതെ മറ്റേ ശരിക്കും പറഞ്ഞാൽ ബൂട്ട് ഓപ്ഷൻ ഉണ്ടാകത്ത് ഇതിനകത്ത് ആ ഒരു വെർച്വലൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനേ ഉള്ളൂ. അതിന്റെ ഒരു ബൂട്ട് ഓപ്ഷനിൽ പോയി വെർച്വലൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനേ ഉള്ളൂ. ശരിക്കും അത് സേഫ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെർച്വൽ ബോക്സ് ചെയ്യാനേ ഉള്ളൂ. കാരണം മറ്റേ പാർട്ടീഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് CPU ആണ് ലോഡ് കൂടുന്നത്. എന്തെങ്കിലും ആ ഉബുണ്ടുവിൽ എന്തെങ്കിലും വല്ല ബ്രിക്കോ എന്തെങ്കിലും വല്ല പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എൻ്റയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോകും, വിൻഡോസും പോകും, ഉബുണ്ടും പോകും, എല്ലാം പോകും. അപ്പൊ അത് പണ്ട് കാലത്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്. എന്റെ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ ഈ പാർട്ടീഷൻ കാരണം അന്ന് വെർച്വൽ ബോക്സ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഇത് പഠിക്കാനായിട്ട് അന്ന് ഇത് പാർട്ടീഷൻ ചെയ്തേ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷെ അത് കുറെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ലാപ്ടോപ്പ് ഒക്കെ അടിച്ചു പോയ. പക്ഷെ ഇന്ന് വെർച്വൽ ബോക്സ് VMware യൂസ് ചെയ്യണ്ട, VMwareയുടെ ആ ഒരു കാലാവധി കഴിഞ്ഞ് അവരിപ്പോ സോഫ്റ്റ്വെയർ ഒന്ന് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വെർച്വൽ ബോക്സ് ഒരാക്കൾ വെർച്വൽ ബോക്സിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ അതൊരു യാതൊരു ഇഷ്യൂ ഇല്ല. അത് വെച്ച് ഒറാക്കിൾ വെർച്വൽ ബോക്സ് ഉണ്ട് അതിൽ. പക്ഷെ അതിന്റെ കോൺഫിഗറേഷൻ ചെറിയൊരു ഇതുണ്ട്, ഡൗട്ട് ഉണ്ട്. അപ്പൊ അതൊന്ന് റെഡി ആക്കണം. അത് കുഴപ്പമില്ല. എന്തായാലും ഇപ്പം അല്ലാതെ ക്ലാസ്സസിലാണെങ്കിൽ നമ്മൾ ചെയ്യാടാ. അല്ലാതെ നിനക്കിപ്പോ എന്താ ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ എനിക്ക് ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞുതരാം. എന്താ ഇപ്പൊ ഇഷ്യൂ എന്താ വരുന്നത് ശരിക്കും പറഞ്ഞാ? ഇത് ക്യുനൈറ്റ്സിൽ ഒന്ന് അഡ്മിഷൻ എടുക്കാൻ. അപ്പൊ ഞാൻ ഇപ്പൊ 9th പഠിക്കുന്നത്. അപ്പൊ ഒരു +1 +2 കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ അക്കാഡമിക് ടീമുകാർക്ക് അറിയണടാ. അപ്പം നിനക്കിപ്പം കാളിയിൽ എങ്ങോട്ടാ പോകണ്ടേ? ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പഠിക്കുക? ഇപ്പൊ നിനക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എനിക്കൊന്ന്. എന്താ പഠിക്കണ്ടേ? ഇപ്പൊ സൈബർ സെക്യൂരിറ്റിയിൽ എന്താ പോകണ്ടേ? CH ആണോ? സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിങ്ങിലാണോ? സൈബർ സെക്യൂരിറ്റി എന്ന ഫീൽഡിലേക്ക് പോകണമെന്നാണ്. ഇപ്പൊ കുറച്ചു കാലം സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഏതാടാ? ഡിഫെൻസീവ് ഉണ്ട്, ഒഫെൻസീവ് ഉണ്ട്, രണ്ടും ഉണ്ട്. ഡിഫൻസ് ഉണ്ട്. ഏതാണ് നിനക്ക് താല്പര്യം? ഏതിലോട്ടാ? ഇപ്പം ഒഫൻസീവും ഡിഫൻസീവും രണ്ടും ഇങ്ങനെ അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഒരു നിന്റെ ഇപ്പൊ ഏജ് ഇതായതുകൊണ്ട് നിനക്ക് അക്കാഡമിക് ടീമിൽ ചോദിച്ചു നോക്കട്ടാ ചേരാൻ പറ്റുമോ ഇല്ലേ. അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ കുറെ ഉണ്ട്. യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാ, അതന്നെ പഠിക്കുക. ഓക്കെ, റിസോഴ്സസ് എല്ലാം ഓൺലൈനിൽ വരും. നിന്റെ പ്രായം ഇപ്പൊ ചെറുപ്പമാ. നീ മാക്സിമം സ്വന്തമായിട്ട് തന്നെ എന്താ കണ്ടുപിടിക്കാൻ നോക്കി ഏതിലോട്ടാ പോകണ്ടേ. അതന്നെ. എന്നിട്ട് ടൈം എത്തുമ്പോൾ +1 +2 കഴിയുമ്പോൾ പിന്നെ പതുക്കെ എന്നിട്ട് ഏതെങ്കിലും ഒരു CHന്റെ കോഴ്സ് വല്ല എടുത്താൽ മതി കേട്ടാ. ഇപ്പൊ മാക്സിമം നീ റിസർച്ച് ചെയ്യാം. ഇപ്പം പ്രായം ചെറുപ്പാ നീ ഇപ്പൊ. ഉടനെ തന്നെ എന്തായാലും നോക്ക്, മാക്സിമം എക്സ്പെരിമെന്റ് ചെയ്യാട്ടാ. നീ ഇപ്പൊ ചെയ്യണ പോലെ തന്നെ പോയാൽ മതി. മാക്സിമം എക്സ്പെരിമെന്റ് ചെയ്യാട്ടാ. മാക്സിമം എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കട്ടാ. ഇപ്പം ആർച്ച് ലിനക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാൾ ലിനക്സ് ഒക്കെ നീ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് അതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആർച്ച് ലിനക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ജസ്റ്റ് ഒരു
അതിനകത്ത് നമ്മൾ മാനുവലി എല്ലാം ചെയ്യണം, എല്ലാം സെറ്റ് ചെയ്യണം, എല്ലാം മാനുവലി ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ അതിനെപ്പറ്റി പഠിക്കും. മാക്സിമം എക്സ്പെരിമെന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം എക്സ്പെരിമെന്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അക്കാഡമിക് ടീമിനോട് ചോദിച്ചാലും മതി കേട്ടോ. ഓക്കെ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യണം കേട്ടോ, മസ്റ്റ് ആയിട്ട്. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീംസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, എങ്കിൽ നമുക്ക് മീറ്റിംഗ് എൻഡ് ആക്കിയാലോ? ആർക്കും വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ എൻഡ് ചെയ്യാലോ മീറ്റിംഗ്? ഓക്കെ മാം. ഓക്കെ ഓക്കെ, താങ്ക് യു ആൾ.